ഹലോ നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ട്രഡീഷണലായിട്ട് ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. നന്മ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇത് പൊന്നാനിയിൽ നിന്നും എടപ്പാളിലോട്ട് പോകുമ്പോൾ വലിയ പാലത്തിനടുത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത്. ഹോം ഡെലിവറി ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെ പ്രൊഡക്റ്റ് കിട്ടുമെന്നും അവിടുത്തെ കാഴ്ചകൾ എന്താണെന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. പൊടിച്ച് കിട്ടാൻ നല്ല പണിയാണ്. അശ്വതി, ഇത് ഡെലിവറി ചെയ്യോ? ഹോം ഡെലിവറി ഒക്കെ ഉണ്ട്. ഏത് വരെ, എത്ര കിലോമീറ്റർ വരെ? ഇതിൽ നമ്മൾ പൊന്നാനി, എടപ്പാള് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. അത്യാവശ്യം ഒരു കൊറിയർ ചെയ്യും നമ്മള്. കേരളത്തിന് പുറത്തൊക്കെ കൊറിയർ ചെയ്യും അല്ലേ? നമുക്ക് അധികം കസ്റ്റമർ ബന്ധുക്കൾ മേഖലയാണ്. അവിടേക്കൊക്കെ നമുക്ക് അധികം കസ്റ്റമർ ഉള്ളത്. ഓക്കെ. എന്തിലത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്? വെളിച്ചെണ്ണ പറഞ്ഞാല് മരച്ചക്കിലാക്കി വെളിച്ചെണ്ണ. അത് ഇതാട്ടുന്നത് നിങ്ങൾക്ക്? ഞങ്ങള് നാളികേരം വെച്ച് വയറ് തുണക്കിയിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കും. ഇതിപ്പോ പഴത്തിന്റെ ചിപ്സാ അല്ലേ? ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഇപ്പൊ എങ്ങനെയാ പറഞ്ഞു കൊടുക്കുക? നമ്മള് എടപ്പാളിന്ന് പൊന്നാനി റോഡ്, പൊന്നാനി റോഡ് 3 കിലോമീറ്റർ. ബിയ്യം കെട്ട് എല്ലാവർക്കും അറിയാവുന്ന ബിയ്യത്തിന്റെ കുറച്ച് മുന്നേറ്റാണ് വലിയ പാലം പറയുന്നത്. വലിയ പാലത്തിനടുത്ത്. വലിയ പാലത്തിന്റെ പേര് നന്മ ട്രഡീഷണൽ ചിപ്സ്. ചിപ്സ് മാത്രമാണ്, ഈ ചിപ്സ് മാത്രമാണോ അവിടെ? ബനാന ചിപ്സ്? ഇത് നമ്മൾ കപ്പ ഉണ്ട്. ഓക്കെ. കപ്പ ചിപ്സ് ഉണ്ടാക്കുന്നത്
ചക്ക അപ്പൊ സീസൺ ആവുന്നല്ലോ. അപ്പൊ ചക്ക തുടങ്ങും. അതുപോലെ തന്നെ നമ്മൾ ചിപ്സ് ഐറ്റംസ് മാത്രമല്ല, അച്ചപ്പവും വെള്ളപ്പം, പിന്നെ പൊടികളുണ്ട്, മല്ലിപ്പൊടി, മുളക് പൊടി ഒക്കെ ചെയ്യുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി, അങ്ങനെ കുറെ ഐറ്റംസുകളൊക്കെ ഉണ്ട്. നമ്മൾ മെയിനായിട്ട് ഹൈലൈറ്റ് നമ്മുടെ വെളിച്ചെണ്ണയാണ്. നമ്മുടെ വെളിച്ചെണ്ണയാണ് നമ്മളുടെ ഏറ്റവും മെയിൻ. ചക്കിലൊക്കെ വെളിച്ചെണ്ണ, അതിലൂടെ ഉണ്ടാക്കുന്ന കുറെ പ്രൊഡക്റ്റുകളുണ്ട്. ഐറ്റംസുകൾ. പിന്നെ അച്ചാറ് കണ്ടു ഇവിടെ. അച്ചാറ് ഉണ്ട്. അച്ചാറ് കടുമാങ്ങ, പിന്നെ അങ്ങനെ മാങ്ങ പല ഐറ്റമായിട്ട്, മാങ്ങായിട്ട് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് നോക്കിയിട്ട്, പിന്നെ മീനച്ചാറ് ഓർഡർ പ്രകാരം ചെയ്ത് കൊടുക്കുള്ളൂ. മീനച്ചാറൊക്കെ അല്ലേ? ഓർഡർ ഫ്രഷ് ആയിട്ടുള്ളൊക്കെ ചെയ്ത് കൊടുക്കുള്ളൂ. ബീഫ്, ഈ ചിപ്സ് എല്ലാം നമ്മൾ ഫ്രഷ് ആയിട്ട് ചെയ്ത് കൊടുക്കും. ഞങ്ങൾ അധികം സ്റ്റോക്ക് വെക്കാം. ആളുകൾക്ക് തന്നെ പറയുമ്പോൾ ഇത്ര വേണം പറയുമ്പോൾ അതിനനുസരിച്ച് ഉണ്ടാക്കും. ഡെയിലി ഉണ്ടാക്കും. കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഞങ്ങൾ ഉണ്ടാക്കും. അല്ലട്ടോ നല്ല എണ്ണ അങ്ങനെ അങ്ങനെ തട്ടി തട്ടിയിട്ട് അടിക്കുമ്പോഴേക്ക് നല്ല പറഞ്ഞോട്ടെ. ഇതൊക്കെ